പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ധന്യനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് പകലായിരിക്കാൻ ദൈവടിയാക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിൽ ചില ചിന്തകളെ, എൻ്റെ വചനധ്യാനത്തിങ്കൽ എനിക്ക് നൽകിയ ചില ചിന്തകളെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൽ നമുക്ക് ഒത്തിരി സ്നേഹങ്ങൾ കാണുവാനായിട്ട് കഴിയും. മാതാപിതാക്കളുടെ സ്നേഹമുണ്ട്, സഹോദരങ്ങളുടെ സ്നേഹമുണ്ട്, ഭാര്യാഭർത്തൃ സ്നേഹമുണ്ട്. പിന്നെ അല്ലാതെ ലോകത്തിൽ വിശുദ്ധ തിരുവചനത്തിനെതിരായി നിൽക്കുന്ന ഒത്തിരി സ്നേഹങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനവിരുദ്ധമായ സ്നേഹങ്ങൾ, വചനം അനുവദിക്കാത്ത സ്നേഹങ്ങൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില സ്നേഹങ്ങളുണ്ട്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്? ദൈവം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് പകൽ നാം അത് തിരിച്ചറിയണം. അങ്ങനെ ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നുമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ ലോകത്തിൻ്റെ സ്നേഹം, മാതാപിതാക്കളുടെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ സ്നേഹമൊക്കെ കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ, കല്ലറ വാതുക്കൽ വരെ അവരുടെ സ്നേഹം ഓർമ്മയായി മാറുമ്പോൾ, പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കുക, നിത്യതയോളം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പകൽ അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, പിതാവായ ദൈവത്തോട് പുത്രനായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാൽ, യേശു പിതാവിനോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. മഹാപുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പിതാവിനോട് പുത്രൻ പറയുന്നു, പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹം അവരിൽ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാൻ, ആരില്ല? എന്നിൽ, നിങ്ങളിൽ, നമ്മളിൽ ഓരോരുത്തരിലും, മനുഷ്യകുലത്തിന്മേൽ ദൈവത്തിൻ്റെ സ്നേഹം. പുത്രൻ പറയുന്നു, പുത്രനെ ദൈവം സ്നേഹിച്ചു, ആ സ്നേഹത്തെ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു? പുത്രൻ കൈമാറുന്നു. നമ്മളിൽ ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ പുത്രൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരു സ്നേഹം. ലോകത്തിലാർക്കും ഇതുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, പല സ്നേഹബന്ധങ്ങളും താൽക്കാലികമായി മാറുമ്പോൾ ഇവിടെ പറയുന്നു, നിത്യതയോളം സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ഞാൻ പറഞ്ഞ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നമുക്കൊരു ജീവിതം തന്നു, നല്ലൊരു ജീവിതത്തിനുടമയാക്കി, നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, നല്ല സാഹചര്യങ്ങൾ അത് ഒരുക്കി, നല്ലൊരു ജീവിതം തന്നു. ഈ ലോകത്തിൻ്റെ മായയിൽ മുഴുകാതെ, പാപത്തിനിമ്പങ്ങളിൽ ജീവിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സ്വർഗതുല്യമായ അനുഭവങ്ങളും നന്മകളും ഒക്കെയും പ്രാപിക്കുവാനായിട്ട് കഴിയും. എന്നാൽ സർവേശ്വരൻ തന്ന ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ ദൈവം അവനെ ശിക്ഷിക്കുമെന്ന് വിശുദ്ധ വചനം പറയുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം, നമുക്ക് വസിക്കുവാൻ, പാർക്കുവാൻ തന്നിരിക്കുന്ന ഈ ശരീരത്തെ നാം നശിപ്പിച്ചാൽ ദൈവം നമ്മെ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പം നമുക്കൊരു ജീവിതം തന്നു. സങ്കീർത്തനം 139 മനോഹരമായി പറയുന്നത്, നീ ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചു.
മനോഹരമായി എന്നെ സൃഷ്ടിച്ചു. അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടി. അതിലൂടെ മനുഷ്യനൊരു ജീവിതം ദൈവം കൊടുക്കുകയാണ്. എന്നാൽ പലർക്കും നാം ഒരുപക്ഷെ അധികപ്പറ്റായി മാറും. നമ്മുടെ മാതാപിതാക്കൾക്ക്, കൂടെ പിറന്ന സഹോദരങ്ങൾക്ക്, ദേശക്കാർക്ക്, നാട്ടുകാർക്ക് എല്ലാം നാം ഒരുപക്ഷെ ഒരു അധികപ്പറ്റായി മാറുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിനൊരു അധികപ്പറ്റാകുന്നില്ല. അതുമാത്രമല്ല, നമുക്കൊരു ജീവിതം തന്നു എന്ന് മാത്രം അതുകൊണ്ട് ഉത്തരവാദിത്വം തീരുന്നൊരു ദൈവമല്ല. നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആ നല്ല ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആരാകണമെന്നും എങ്ങനെയാകണമെന്നും എവിടെ എത്താകണമെന്നും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ഉയർച്ചകളുടെ പടവുകൾ ചവിട്ടിക്കയറണമെന്നൊക്കെ മനുഷ്യനല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. മറ്റൊരു ഭാഗത്ത് തിരുവചനം പറയുന്നു, എങ്ങനെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു തിരിച്ചറിയാം. മരണത്തിൽ നമ്മെ വിടുവിച്ച ദൈവമാണ്. സമയമാകുന്നതിന് മുൻപ് അകാലത്തിൽ മരണപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ പലത് കടന്നു വന്നു. മരണവാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നമ്മെ വിടുവിച്ചു. തകർക്കപ്പെടേണ്ട, ശൂന്യമായി പോകേണ്ട, കുടുംബമനാഥമായി പോകേണ്ട സാഹചര്യങ്ങൾ വഴിമധ്യേ തകർത്ത് കളയുവാൻ, അനർത്ഥങ്ങളിലൂടെ, ആപത്തുകളിലൂടെ സമയത്തിന് മുന്നമേ നമ്മെ മരണം കടന്നു പിടിക്കാതെ നമ്മെ രക്ഷിച്ച നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളത് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നാം ജീവിച്ചിരിക്കുന്നത്, നാം ജീവിക്കുന്നത്, നാം നടക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അധികാരമുള്ളത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ലോകത്തിലെ വൈദ്യന്മാർക്കൊന്നും ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തില്ല. അവൻ്റെ രോഗത്തെക്കുറിച്ച് ചികിത്സിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ മരണത്തെ അതിജീവിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് നമ്മെ തിരിച്ചു കൈപിടിച്ചുകൊണ്ട് നടത്താൻ മതിയായ ഒരു ദൈവമാണ് ഞാൻ ഈ പറയുന്ന യേശുക്രിസ്തു. 3, നമ്മെ സഹായിക്കുന്നത് കൊണ്ട്. ദൈവം എങ്ങനെ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അറിവാണ്, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. വലുതും ചെറുതുമായ എത്രയോ സഹായങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ചിന്തിച്ച് നോക്കുന്നുണ്ടോ? ജനിച്ചു വീണ നാൾ മുതൽ നമ്മുടെ മരണം വരെയും നമ്മെ സഹായിക്കാൻ മനസ്സലുള്ള ഒരു ദൈവമാണ്. പലരും നമ്മളെ സഹായിക്കും. മനുഷ്യരൊക്കെ സഹായിക്കുവാൻ മനസ്സുള്ളവരാണ്. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ആ സഹായമൊക്കെ നിന്നു പോകും. ആ കരങ്ങളൊക്കെ മാറിപ്പോകും. പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകും. പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യ സഹായങ്ങൾക്ക്, മനുഷ്യ സംരക്ഷണങ്ങൾക്കൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ആരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്നും ഒരു വ്യക്തിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അവൻ്റെ കരങ്ങൾ ക്ഷീണിക്കും, അവൻ മടുത്തു പോയേക്കാം. എന്നാൽ തമ്പുരാൻ പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്, ഒരു മടുപ്പുമില്ലാതെ ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായി നിൽക്കുന്ന ദൈവം ആ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുമ്പോൾ വലുതും ചെറുതുമായ എത്രയോ സഹായികൾ എണ്ണിയാൽ കൂടാതെ, എണ്ണമറ്റതായ, എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ എത്രയോ ഊരാക്കുടുക്കുകളിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ, എത്രയോ അനർത്ഥങ്ങൾ വഴിമാറ്റി വിട്ടുകൊണ്ട് മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയാതെ പോയപ്പോൾ, നമ്മെ തെറ്റിദ്ധരിച്ചപ്പോൾ, നമുക്കെതിരെ മുൻവിധികളോടെ നമ്മെ കണ്ടപ്പോൾ, നമ്മുടെ ഭാരവും വേദനയും കാണാതെ പോയപ്പോൾ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിൻ്റെ ഭാരം ദൈവത്തിന് മേൽ വെച്ചുകൊള്ളുക എന്ന് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്ന പോലെ, നമ്മുടെ ഭാരവും വേദനകളും ലോകമനുഷ്യൻ കാണാതെ പോകുമ്പോൾ നമ്മെ ആഴമായി സ്നേഹിക്കുന്ന, നമ്മുടെ വേദനകളെ കാണുന്ന, നമ്മുടെ ഭാരങ്ങളെ കാണുന്ന, നമ്മുടെ അവസ്ഥകളെ കാണുന്നൊരു ദൈവം നമുക്ക് സഹായകനായിട്ടിറങ്ങി വരും. നമ്മെ ദൈവം സ്നേഹിക്കുന്ന ഒത്തിരി സ്നേഹങ്ങൾ, നമ്മുടെ കഴിവുകൾ തന്ന് നമ്മെ അനുഗ്രഹിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠരാക്കി നമ്മെ മാറ്റി നമ്മെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ സ്നേഹം എന്താണെന്നറിയാമോ? അത് പറഞ്ഞില്ലെങ്കിൽ ഈ പ്രസംഗത്തിനൊരു പൂർണ്ണതയില്ലാതെ വരും. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ കരുണ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണം. പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണം നടന്നില്ലായിരുന്നെങ്കിൽ
ഞാനിത് പ്രസംഗിക്കാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. കൊടാനുകൂടി ദൈവമക്കൾ ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കില്ലായിരുന്നു. പ്രിയമുള്ള സ്നേഹിതരെ, പുത്രൻ്റെ മരണത്തിലൂടെ നേടിയത് അനേകരുടെ പ്രാണനെയാണ്. നരകയാതന അനുഭവിച്ച അനേക വ്യക്തികൾ, നരകത്തിന് യോഗ്യരാകേണ്ട, നരകജീവിതം നയിക്കേണ്ടവരെ നിത്യസ്വർഗത്തിന് അവകാശികളാക്കി തീർത്തത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. ലോകത്തിലെ മറ്റെല്ലാ സ്നേഹങ്ങളും മാറി നിൽക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമായ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, ആ സ്നേഹത്തിൽ എന്നും നിലനിന്നുകൊണ്ട് ആ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.